അധ്യക്ഷൻ ശ്രീ സഖാവ് എം പ്രകാശൻ മാസ്റ്റർ, ഉദ്ഘാടകൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് EP ജയരാജൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൺവീനർ സഖാവ് KP സഹദേവൻ, പ്രിയപ്പെട്ട ശ്രീ പാട്ടൻ രാജൻ, ആരാധ്യരും പ്രിയപ്പെട്ടവരുമായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്രമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. രണ്ട് പതിറ്റാണ്ട് കാലം ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 1986 അച്ഛൻ പാർട്ടി വിട്ടതിന് ശേഷം, അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഘട്ടത്തിൽ ആണ് സംഭവിക്കുന്നത്. അതിനുശേഷം കക്ഷി രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ശരിയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയത്തോട് മകൻ എന്നുള്ള നിലയിൽ അനുഭാവമുണ്ടായിരുന്നു. രാഷ്ട്രീയം, അതിൻ്റെ മറുപുറമാണ് മാധ്യമപ്രവർത്തനം. ഒരു കക്ഷി രാഷ്ട്രീയക്കാരൻ എങ്ങനെ പൊതുവേദികളിൽ ഇടപെടുന്നോ, രാഷ്ട്രീയ വേദികളിൽ ഇടപെടുന്നോ, അതുപോലെ ഒരു മാധ്യമപ്രവർത്തനം ഇടപെടാൻ കഴിയുമായിരുന്നു. ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു വശം മാത്രമാണ് നാം പറയുക എങ്കിൽ, മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം 2 വശവും പറയാൻ കഴിയും. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി 2 വശവും പറയാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകനാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ UDFൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. LDF അധികാരത്തിൽ വരുമ്പോൾ അവർക്കെന്തെങ്കിലും പിശക് പറ്റുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ 10-20 വർഷം കടന്നുപോയി. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഹരം കൊണ്ടിരുന്നത് അഴിമതി പുറത്തു കൊണ്ടുവരിക, പുതിയ രേഖകൾ എടുക്കുക. ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല മാധ്യമപ്രവർത്തന രംഗം. പണ്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലും മലയാള സിനിമകൾ, ന്യൂഡൽഹി പോലുള്ള മലയാള സിനിമകളിലൊക്കെ കാണുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ പോയി ഒരു PTI ടിക്കർ കീറുന്നു, UNA ടിക്കർ കീറുന്നു, കാര്യങ്ങൾ ഇങ്ങനെയാണോ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയൊന്നും അല്ല ഇന്നത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. ടെലിവിഷൻ മാധ്യമപ്രവർത്തനം വളരെയധികം മുന്നോട്ട് പോവുകയും ശരി ഏത് തെറ്റേത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ രേഖകൾ വന്നുകൊണ്ടിരിക്കും, സൗണ്ട് ബൈറ്റുകൾ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു കാര്യത്തിലും അവ്യക്തത ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒരു ടെലിവിഷൻ സ്റ്റുഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് നിറയെ മോണിറ്ററുകളാണ്, ടെലിവിഷൻ മോണിറ്ററുകളാണ്. ആ ടെലിവിഷൻ മോണിറ്ററുകളിൽ നമുക്ക് ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ, തത്സമയം നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണാം. ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്, ഒരു സ്ഥലത്ത് പാർട്ടി ഓഫീസിൽ നടക്കുന്നത്, വേറൊരു സ്ഥലത്ത് ഇന്ദിരാഭവനിൽ നടക്കുന്നത്, മാരാർജി ഭവനിൽ നടക്കുന്നത്, ഇങ്ങനെ ഓരോ ഫ്രെയിമുകളാണ്. ആ ഫ്രെയിമുകളിൽ നിന്നെല്ലാം വരുന്ന റിയാക്ഷനുകൾ കാണുമ്പോഴെല്ലാം നമുക്കൊരു കാര്യത്തിൻ്റെ വ്യക്തതയുണ്ടാകും. പിന്നെ ടെലിവിഷൻ ചർച്ചകൾ, പിന്നെ രേഖകൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാത്ത രേഖകളില്ല. ഞാൻ പറയുന്നത് ഞാനെന്ന മാധ്യമ പ്രവർത്തകൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരു രേഖ നമുക്ക് വേണം എന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ അടുത്ത് കൊണ്ടുതരാൻ ആളുകൾ ഉണ്ടാവും ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് എല്ലാ രേഖകളും വരുന്നു, എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നു. ഫോണെടുത്ത് വിളിച്ചാൽ മറുതലയ്ക്കൽ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് ഏതൊരാൾക്കും ഏത് ഘട്ടത്തിലും നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഒരു വിഷയം നമ്മുടെ മുന്നിൽ വന്നാൽ ആ വിഷയത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നത് സംബന്ധിച്ച് വ്യക്തത കിട്ടും വിധം പൂർണ്ണമായ അവഗാഹം നമുക്ക് ഓരോ വാർത്തയിലും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നിഷ്പക്ഷത എന്നതിൽ ഊന്നിയിട്ടുള്ളതാണ് എങ്കിൽ ഇന്ന് അതിൻ്റെ വ്യാഖ്യാനം മാറിയിരിക്കുന്നു. നിഷ്പക്ഷത എന്നതല്ല, പകരം ശരി ഏത് അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്.
അതായത് എൻ്റെ ദൃശ്യമാധ്യമ രംഗത്ത് ഞാൻ 10-12 വർഷങ്ങളായി ഒരു 2 ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ ഏറ്റവും എഡിറ്റർ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് ഓരോ വിഷയത്തിലും, എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും വിഷയാധിഷ്ഠിതമായി നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം, ഈ 5 വർഷക്കാലം കേരളത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുടെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ, സോളാർ വിടുക, ബാർഗോഴ വിടുക, ഈ പേരുകെട്ട എല്ലാ അഴിമതികളും വിടുക, അവസാന ക്യാബിനറ്റ് 300ഓളം ഫയലുകൾ തീർപ്പാക്കിയ കടുംവെട്ട് ക്യാബിനറ്റ് മാത്രം എടുക്കുക. ഒരു ക്യാബിനറ്റ് തീരുമാനത്തിലെ ഓരോ ഫയലും എക്സ്ക്ലൂസീവ് വാർത്തയാകുന്ന ചരിത്രം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ടാവില്ല സഖാക്കളെ. ഓരോ ഫയൽ വരുമ്പോൾ അത് എക്സ്ക്ലൂസീവ് വാർത്തയാണ്. 500 ഏക്കർ, 1000 ഏക്കർ, 10,000 ഏക്കർ സാധാരണക്കാരന്റെ ഭൂമി എടുത്ത് വലിയ കുത്തക മുതലാളികൾക്ക് കൊടുക്കുന്ന നെറികെട്ട ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ കൊള്ളയാണ് നടക്കുന്നത് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. ഇവിടെ തീവറ്റി കൊള്ളയാണ് നടക്കുന്നതെന്ന് പറയുന്നത് KPCC വൈസ് പ്രസിഡന്റാണ്. പണം കൊടുക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് പ്രവർത്തക സമിതി അംഗം കോൺഗ്രസിന്റെ 3ാമത്തെ നേതാവ് AK ആന്റണിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള നിഷ്പക്ഷ മതികൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ത് ചെയ്യണം? ഈ പറയുന്നതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണോ? അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ട് എങ്കിൽ എനിക്കൊരു പൊക്കിൾ കൊടി ബന്ധമുണ്ട് ഈ പ്രസ്ഥാനത്തോട്. ആ പൊക്കിൾ കൊടി ബന്ധം ഞാൻ ഉപയോഗിക്കും ഈ ഭരണത്തെ അടിച്ചു പുറത്താക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ. ആ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് എനിക്കാവുന്ന വിധത്തിൽ ചെയ്യും. അഴീക്കോട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നമുക്ക് 500 വോട്ടിൻ്റെയോ 1000 വോട്ടിൻ്റെയോ പ്രതീക്ഷകളല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ പഴയ രീതിയുണ്ടല്ലോ, പഴയ നിയോജക മണ്ഡലം ഉണ്ടല്ലോ, അതിലൊരു ചുവപ്പുണ്ടല്ലോ, കടും ചുവപ്പ്, 20,000-ഉം 25,000-ത്തിൻ്റെയും കടും ചുവപ്പ്. ആ കടും ചുവപ്പിലേക്കാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തെ നിങ്ങൾ എത്തിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ എത്തിക്കേണ്ടത്. അതിനു വേണ്ടി നമുക്കറിയാമല്ലോ ഈ M പ്രകാശം മാസ്റ്റർ എങ്ങനെയാണ് തോറ്റതെന്ന്. നെറികെട്ട പ്രവർത്തനത്തിലൂടെയാണ്, അരയ്ക്ക് താഴെ അടിച്ചിട്ടാണ് അദ്ദേഹത്തെ ഈ മണ്ഡലത്തിൽ തോൽപ്പിച്ചത്. അമ്മാതിരി പ്രവർത്തനങ്ങളാണ് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ലീഗോ, കേരളത്തിൽ എന്തിനാണ് ഒരു ലീഗ്? കേരളത്തിൽ എന്തിനാണ് ഒരു മുസ്ലിം ലീഗ്? ഇന്ത്യയിൽ ആകമാനം വർഗീയ ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ മുന്നണിയിൽ നിൽക്കുന്നത് ഈ മുസ്ലിം ലീഗാണോ? ഈ കോൺഗ്രസ് പാർട്ടിയാണോ? അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ വിജയം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവരുടെ മുന്നണി പോരാളികളായി കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് 2016 വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ പോകുന്നത് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഒരു മുസ്ലിം ലീഗ്? അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ്, ഞാൻ ആ പേര് പറയുന്നില്ല, ഒരു സംഘി ഇവിടെ? നമുക്കതൊന്നും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഴീക്കോട് നിയോജക മണ്ഡലം മുമ്പ് എന്ത് ജനവിധിയാണോ നൽകിയിരിക്കുന്നത് ആ ജനവിധിയിലേക്ക് തന്നെയാണ് അഴീക്കോടിന്റെ ആഗമനം. അവിടെ സമുദായമില്ല, അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ കൊടിയില്ല. സഖാക്കളെ, ഒറ്റ മനസ്സോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണോ നേരത്തെ വിധി എഴുതിയത് അത് 1000-ങ്ങളല്ല 10,000-ങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ 10,000-ങ്ങളിലേക്ക് നമ്മൾ അച്ചടക്കത്തോടെ പോവുക. ഒരു പ്രചരണങ്ങൾക്കും ശ്രദ്ധ കൊടുക്കാതെ, ചെവി കൊടുക്കാതെ നമ്മൾ ഏക മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരമേൽക്കും, അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കും, കേരളം വികസന ഭൂമിയാക്കും, കണ്ണൂർ ജില്ല സ്വർഗഭൂമിയാക്കും. അങ്ങനെ അഴീക്കോടിനെയും നമ്മൾ വികസനത്തിന്റെ ഭാഗമാക്കും എന്ന് മാത്രമാണ്
ഈ മണ്ഡലം കൺവെൻഷനിൽ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ളത്? ഞാൻ അധികം പോകുന്നില്ല. രാജേട്ടൻ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാനുള്ള, ഇടതുപക്ഷ മുന്നണിക്കൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരവസരമാണ്. നേരത്തെ പറഞ്ഞു, ആ പൊക്കിൾക്കൊടി ബന്ധം ഞാൻ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്. സഖാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, നിങ്ങളേവരും തന്നെയും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇട നൽകുക. എനിക്ക് കൂടി ഞങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിപ്ലവാഭിവാദ്യങ്ങളോടെ നമസ്കാരം.